ഹലോ ഗൈസ്, ആൻഡമാനിലെത്തിയിട്ടുള്ള 5ാമത്തെ ദിവസം രാവിലെയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ യാത്ര പ്രേതദ്വീപ് അല്ലെങ്കിൽ റോസ് ഐലൻഡ് എന്നറിയപ്പെടുന്ന ആൻഡമാനിലെ ചെറിയൊരു ദ്വീപിലേക്കാണ്. രാവിലെ തന്നെ നമ്മൾ അങ്ങനെ റെഡിയായി. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഹോളിഡേ ഹോമിലാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ കൂട്ടാനായിട്ട് വണ്ടി വന്നു. നമ്മൾ നേരെ പോകുന്നത് ബോട്ട് ജെട്ടിയിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടത്. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബോട്ട് ജെട്ടിക്ക് അടുത്തുള്ള ഒരു പാർക്കിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മളോട് അവിടെ ചെല്ലാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് കാണുന്നത്. നമുക്ക് ഇവിടെ തന്നെ ജെട്ടിയൊക്കെ കാണാൻ പറ്റും. പിന്നെ നല്ല മനോഹരമായിട്ടുള്ള ഒരു പാർക്കും ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ കളിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളെപ്പോലെ തന്നെ കുറച്ച് ഫാമിലീസൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഈ പയ്യനാണ്. നമ്മളിന്ന് പോകുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടോ പറഞ്ഞു തരുന്നത്. നമ്മളിപ്പോൾ പേരും ഡീറ്റെയിൽസൊക്കെ ഒരു ബുക്കിൽ എഴുതി കൊടുത്തു. அண்டர்வாட்டர் ஆக்டிவிட்டீஸ் ஸ்கூபா டைவிங் இது வந்து 15 வயசுலேருந்து 50 வயசு உள்ளவங்க யார் வேணாலும் பண்ணலாம். இல்லை யார் மெடிக்கல் ஃபிட்டாக இருக்கீங்களோ அவங்கள மட்டும் தான் தண்ணிக்குள்ளே அலோவ் பண்ணுவாங்க. അങ്ങനെ ഈ പയ്യൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് റോസ് ഐലൻഡും പിന്നെ നോർത്ത് ബേ ഐലൻഡും കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു ഫുൾ ഡേ ട്രിപ്പാണ്. അപ്പോൾ നമുക്ക് ബോട്ടിൻ്റെ സമയമായപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്ന് നമ്മൾ ബോട്ടിൽ കയറുകയാണ്. എവിടെ സീറ്റ് പിടിക്കണം എന്നറിയാതെ ആദ്യം മുകളിൽ ചെന്ന് നോക്കി. അപ്പോൾ അവിടെ എങ്ങും പറ്റുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ താഴെ തന്നെ വന്നിരുന്നു. ബോട്ടിൽ കയറി ഇരുന്ന് പറഞ്ഞാൽ തന്നെ ഏതായാലും അതിലെ ആള് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ഈ ബോട്ടിന്റെ പേര് ഒരിക്കലും മറക്കരുത്. കാരണം നമ്മൾ ഈ ബോട്ടിൽ തന്നെ വേണം തിരിച്ചു വരാനായിട്ട്. അതുകൊണ്ട് തന്നെ ബോട്ടിന്റെ നെയിമൊക്കെ ഓർത്ത് വെച്ച് ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മൾ ഏതായാലും റോസ് ഐലൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി ഇവിടെ നിന്നുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ ഒരു ചെറിയ ടിക്കറ്റ് ഒക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ മുതൽ മനുഷ്യന്മാരെ കൂട്ട് അവർക്കിടയിലൂടെ നടക്കുന്ന കുറേ മാനുകളെ കാണാൻ സാധിക്കും കേട്ടോ. ഇവരെന്നൊന്നും മനുഷ്യന്മാരെ കണ്ടിട്ടേ തോന്നുന്നു അവർക്കധികം പേടിയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ കാണുമ്പോൾ. റോസ് ഐലൻഡ് നമുക്ക് ചുറ്റിക്കറങ്ങി കാണാനായിട്ട് 1 മണിക്കൂർ സമയം മാത്രമാണ് തരുന്നത് എന്നതാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി. കാരണം ഈ 1 മണിക്കൂറിനുള്ളിൽ നമ്മളിത് മൊത്തം കറങ്ങി കണ്ടുവരണം. നടന്ന് കാണാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിളും ചൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഏതായാലും നടന്ന് കാണാനായിട്ട് തീരുമാനിച്ചു. നല്ല വെയിലുണ്ടെന്നെ കുട ചൂടിയാണ് കേട്ടോ പോകുന്നത്. കുറേ ചരിത്രകാല സംഭവങ്ങൾ നമ്മളോട് വിളിച്ചോതുന്ന ഒരു ദ്വീപ് കൂടിയാണ് ഈ റോസ് ഐലൻഡ് എന്ന് പറയുന്നത്. ചെന്നപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പഴയ കെട്ടിടങ്ങളാണ്. അത് പകുതി തന്നെ നാമാവശിഷ്ടമായി എന്ന് പറയാം. അതിനിടയിൽ കൂടെയൊക്കെ മരങ്ങളുടെ വേരുകളൊക്കെ കയറി അത് വല്ലാത്തൊരു അവസ്ഥയിൽ തന്നെയാണ്. ഇപ്പം നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതിനെ ഒരു പ്രേതദ്വീപ് എന്നുകൂടി പറയുന്നതെന്ന്. മറ്റ് ഐലൻഡുകളെ പോലെ ഇതൊരു ജനവാസ മേഖലയല്ല കേട്ടോ. ഇവിടെ ഈ മാനുകളും ഈ കെട്ടിടങ്ങളും മാത്രമേ ഉള്ളൂ. ഈ കെട്ടിടങ്ങൾക്കിടയിലൊക്കെ ധാരാളം തെങ്ങുകളുണ്ട്. അവിടെ തന്നെ എഴുതി നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, തേങ്ങ തലയിൽ വീഴും സൂക്ഷിക്കുക എന്നുള്ളത്. നല്ല വേലതായത് നമ്മൾ കൊടയൊക്കെ ചൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പഴയ കെട്ടിടങ്ങളും അതിലിങ്ങനെ വേര് പിടിച്ചതും കാഴ്ചകളൊക്കെ കാണാനായിട്ട് നല്ലൊരു ക്ലാസിക് ലുക്ക് തന്നെയാണ് കേട്ടോ. ഇനി ഈ റോസ് ഐലൻഡിന്റെ ചരിത്രം ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം. 1857 സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് ഈ ദ്വീപ് ബ്രിട്ടീഷുകാർ ഒരു ഭരണ കേന്ദ്രമാക്കി മാറ്റിയത്. അന്ന് ആൻഡമാനിലെ മുഴുവൻ കാര്യങ്ങളും ഭരിച്ചിരുന്നത് ഈ ഒരു കൊച്ചു ദ്വീപിൽ നിന്നുകൊണ്ടാണ്. ഈ ദ്വീപിൽ ഇപ്പോൾ കാണുന്ന ഈ പൊളിഞ്ഞ കെട്ടിടങ്ങൾ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ ബേക്കറി, ഹോസ്പിറ്റൽ, ക്ലബ് ഹൗസ്, പോസ്റ്റ് ഓഫീസ്, പള്ളി, ജയിൽ തുടങ്ങിയവയൊക്കെയാണ്. ഇപ്പൊ നമ്മൾ കയറി പോകുന്നത് അന്നത്തെ കാലത്ത് അവിടുത്തെ ഒരു പള്ളിയിലേക്കാണ്. അതിൽ മേൽക്കൂരയും കാര്യങ്ങളൊന്നുമില്ല. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ വേര് പിടിച്ച് കെട്ടിടം ആകെ നശിക്കാറായ അവസ്ഥയിലേക്കാണ്. എന്നിരുന്നാലും ബ്രിട്ടീഷുകാരുടെ ലൈഫ് സ്റ്റൈലിലെ അടയാളങ്ങളാണ് ഇന്നിവിടെ കാണുന്ന ഓരോ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾ. നമ്മൾ തുടക്കത്തിൽ തന്നെ സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള സൗകര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. 1942 രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജപ്പാനീസ് സൈന്യം ഈ ദ്വീപ് കൈപ്പിടിയിലാക്കി. 1945 ബ്രിട്ടീഷ് സൈന്യം വീണ്ടും ഇവിടെ പിടിച്ചെടുത്തു. എന്നാൽ പിൽക്കാലത്ത് ഉപേക്ഷിക്കപ്പെട്ടു. പിന്നെ പ്രകൃതിയുടെ പല കാരണങ്ങളാലും ഇത് ഇന്നത്തെ അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ കയറിയിട്ടുള്ളത് ഇവിടുത്തെ ഒരു സെമിത്തേരിയിലേക്കാണ്. റോസ് ഐലൻഡ് എന്നറിയപ്പെടുന്ന ഈ ദ്വീപിനെ 2018 നമ്മുടെ പ്രധാനമന്ത്രി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ് എന്ന പുതിയൊരു പേരിലേക്ക് മാറ്റിയിട്ടോ. ഇന്നിതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. പിന്നെ ഇത് ഇന്ത്യൻ നേവിയുടെ അണ്ടറിലുള്ള ഒരു ഏരിയ കൂടിയാണ്. ഇവിടെ കാണുന്ന ഓരോ കല്ലിനും മരത്തിനും മണ്ണിനും ഉണ്ട് ഓരോ ചരിത്രത്തിന്റെ കഥ പറയാനുള്ളത് വളരെ സത്യമാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടത് വടി കൊടുത്ത് അടി വാങ്ങുക എന്നൊരു സംഗതിയാണ്. കാര്യം എന്താ വെച്ചാൽ ഇവിടെ കുറെ മാനുകളുണ്ട്. പലരും മാന്റെ കൂടെ പോസ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് അതിലെ പോയൊരു മാന്റെ പിന്നാലെ ഞാൻ ചെന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. അത് തിരിച്ചു ഒരൊറ്റ കുത്ത് കൊമ്പുള്ളതായിരുന്നു. പിന്നെ ഒരു പബ്ലിക് പ്ലേസ് ആയതുകൊണ്ടും ചമ്മലുള്ളതുകൊണ്ടും ഞാൻ ചിരിച്ചങ്ങ് തടിയൂരിട്ടോ. പക്ഷേ നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നീട് നോക്കിയപ്പോഴാണ് ഒരാഴ്ചത്തേക്ക് എൻ്റെ തൊടയിൽ നല്ല കരിനീലച്ച പാടുണ്ടായിരുന്നു കേട്ടോ.
എന്നാൽ അതിനുശേഷം നമ്മൾ കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റൊക്കെ അവിടുത്തെ കുറച്ച് മാനുകൾക്ക് കൊടുത്തു. അവർക്കൊന്നും കുഴപ്പമുണ്ടായില്ല കേട്ടോ. അങ്ങനെ 1 മണിക്കൂറിന് നമ്മൾ ഓടി പിടിച്ചാണ് കണ്ടു തീർത്തെന്ന് പറയും. കുറച്ചുകൂടെ സമയം കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് കാണാമായിരുന്നു. എന്നാലും എല്ലാ ഭാഗങ്ങളിലൂടെ ഓടി പിടിച്ച് നടന്നു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇവിടെ മാനുകളൊക്കെ കൂടെ നിൽക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. മാനിൻ്റെ അടുത്ത് നിന്നൊന്നും കിട്ടിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഏതായാലും പിന്നെ മാനിനെ കാണുന്നത് അടുത്ത് പോകുന്നത് നല്ല പേടിയായിട്ടുണ്ട്. അങ്ങനെ 1 മണിക്കൂർ ആയപ്പോഴത്തേക്ക് അവിടെ വിസിലടി തുടങ്ങി. കാരണം 1 മണിക്കൂർ സമയം മാത്രമേ ഇവിടെ നമുക്ക് അലോഡ് ചെയ്തിട്ടുള്ളൂ. നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് വന്ന് ബോട്ടിൽ കയറിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ പോകുന്നത് നോർത്ത് ബേ ഐലൻഡിലേക്കാണ്. पूरा उतरने पानी को उठ के चूल्हा जलते रहेगा गाना गा लेना मछली जल की रानी है जीवन उसका पानी है सुबह में मेरा रानी बेटी है इसमें 90 साल तक आता है चश्मा रहेगा चश्मा देखते रहेगा गाइड लेके जाएगा ठीक है നോർത്ത് ബേ ഐലൻഡിലോട് എത്തുമ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കാണാൻ പറ്റും കേട്ടോ. ഈ സ്ഥലം നമ്മൾ മറ്റൊരു സ്ഥലത്തൂടെ കണ്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 20 രൂപ നോട്ടിലുള്ള ആ ഒരു ലൈറ്റ് ഹൗസും ആ ഒരു പ്രദേശമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഒരു ഫോട്ടോ ആണ് ആ 20 രൂപ നോട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മളിവിടെ ബോട്ട് ഇറങ്ങിട്ടോ. നോർത്ത് ബേ ഐലൻഡിൽ എത്തിയപ്പോഴേക്കും ഉച്ചസമയം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും പ്രധാനമായിട്ടും വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ആണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ ഇന്നലെ നീൽ ഐലൻഡിൽ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണാത്തവരൊന്ന് കാണാൻ മറക്കല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ വെറുതെ ആണ് എന്നുള്ളതാണ് സത്യം. നമ്മളേതായാലും ഇങ്ങനെ ഒരു സ്ഥലം ഇരിക്കാനായിട്ട് കണ്ടുപിടിച്ചു. അങ്ങനെ ലഗേജൊക്കെ വെച്ച് അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെയുള്ള ആ ലൈറ്റ് ഹൗസ് കാണേണ്ടി പോവുകയാണ്. അപ്പോഴാണ് അത് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് അടച്ചിരിക്കുകയാണെന്ന് മനസ്സിലായത്. പിന്നെ ഏതായാലും നട്ടുച്ചയാണെങ്കിൽ ബീച്ചിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസ് ഒന്നും എടുക്കാൻ മറന്നില്ല കേട്ടോ. നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു വന്നപ്പോഴേക്കും അച്ഛനും അമ്മയ്ക്കും നാട്ടിലെ കുറച്ച് പരിചയക്കാരെ അവിടെ കണ്ടുട്ടോ. അങ്ങനെ അവർ നല്ല കാര്യമായിട്ടിരുന്ന് വർത്തമാനം പറയാണ്. ഉച്ച കഴിഞ്ഞുകൊണ്ട് തന്നെ നല്ല വിശപ്പും തുടങ്ങി. എല്ലാ റെസ്റ്റോറൻറ്റുകളിലും നല്ല തിരക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഏതായാലും ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഉച്ചയ്ക്ക് മീൽസിന് പറഞ്ഞു കേട്ടോ. മീൻ കറിയും മീൻ വറുത്തതും പപ്പടവും ഉപ്പേരിയും ഒക്കെ കൂട്ടിയിട്ട് ഒരു കുഴപ്പമില്ലാത്തൊരു മീൽസ് തന്നെയായിരുന്നു കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം നമ്മൾ ഏതായാലും ലൈറ്റ് ഹൗസ് കാണേണ്ടി ചെല്ലുകയാണ് കേട്ടോ. കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. കാരണം നമുക്ക് തിരിച്ച് ബോട്ടിൽ കയറാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോഴാണ് ലൈറ്റ് ഹൗസ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ ലൈറ്റ് ഹൗസിൻ്റെ ചോട്ടിൽ പോയി നിന്നിട്ട് അതിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പിന്നെയും തിരിച്ചു ഓടി ബോട്ടിലോട്ട് ചെന്ന് കയറിട്ടോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മൾ തിരിച്ച് പോർട്ട് ബ്ലെയറിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ കുറച്ച് നേരം സമയം ചെലവഴിക്കാനുണ്ട്. കാരണം നമുക്ക് ഇന്ന് വൈകുന്നേരമാണ് സെല്ലുലാർ ജയിലിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഇംഗ്ലീഷിൻ്റെ ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്രയും നേരം നമ്മൾ ഇവിടങ്ങളിലെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് നമ്മളൊരു കോഫി അടിക്കാൻ ചെന്നപ്പോൾ അപ്പോൾ ഏതായാലും ഒരു ഐസ്ക്രീം വാങ്ങിച്ചതിൻ്റെ അവസ്ഥയാണ് കേട്ടോ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഐസ്ക്രീം ആണോ അതെന്തെങ്കിലും മെഡിസിൻ ആണോ തോന്നിയിട്ട് അങ്ങനത്തെ ഒരു വല്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത്. അങ്ങോട്ട് വേഗം കുടിക്ക്. അയാളുടെ മുഖം മാറിയിരുന്നു ഇതിന്റെ ഒരു വീഡിയോ എടുത്തതിനുള്ളിൽ ഇരിക്കുന്നത്. വേഗം കാപ്പി പിടിക്ക്. പക്ഷെ ഛർദിക്കും. ആൻഡമാനിൽ വെളുപ്പിന് 4:45 ആയപ്പോഴേക്കും സൂര്യൻ ഉദിക്കുന്നത് പോലെ തന്നെ സന്ധ്യയ്ക്ക് ഒരു 6 മണിയാകുമ്പോഴേക്കും ഇവിടെ നല്ല ഇരുട്ടിന്റെ പ്രതീതിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഏതായാലും സെല്ലുലാർ ജയിലിൻ്റെ അങ്ങോട്ടേക്ക് നടന്നെത്തി. അതിനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും സെല്ലുലാർ ജയിലൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് കാര്യം മനസ്സിലായത്, ഇപ്പോൾ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒന്നും ഈ ഒരു അടുത്ത കാലം മുതൽ ഉള്ളിൽ വീഡിയോസ് ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല എന്നുള്ളത്. നമ്മൾ ആൻഡമാനിലേക്ക് വന്ന ഫസ്റ്റ് ദിവസം തന്നെ സെല്ലുലാർ ജയിലൊക്കെ കണ്ടു തീർന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കല്ലേ.
വൈകുന്നേരം മുതൽ ഓരോ ടൈം സ്ലോട്ടുകളായിട്ടാണ് കേട്ടോ ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ടൈം ആവാൻ കുറച്ചും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സെല്ലുലാർ ജയിലിന് നേരെ ഓപ്പോസിറ്റുള്ള ചെറിയ പാർക്ക് ഉണ്ട്, അങ്ങോട്ടേക്ക് കയറിയതാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചും ആ ഒരു ജയിലിൽ കിടന്ന പ്രധാന വ്യക്തികളുടെയൊക്കെ കുറേ സ്റ്റാച്ചു ഇതേപോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. നമുക്ക് ഇവിടെ തന്നെ നേരെ ഓപ്പോസിറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ സെല്ലുലാർ ജയിലൊക്കെ കാണാനും സാധിക്കും. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇവിടെ നിന്നിട്ട് നമ്മുടെ ടൈം ആകുന്നത് വരെ. അങ്ങനെ നമുക്കുള്ള ടൈമായി നമ്മൾ ക്യൂ നിന്ന് സെല്ലുലാർ ജയിലിൻ്റെ ഉള്ളിൽ കയറി ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒക്കെ കണ്ടു. അന്നത്തെ കാലത്ത് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ടാണ് അവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വരുന്നവർ, ഇത് ഒരിക്കലും തന്നെ മിസ്സാക്കരുത്. അങ്ങനെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി നമ്മൾ കൂട്ടാൻ വേണ്ടിയുള്ള വണ്ടി വന്നിട്ടോ. അങ്ങനെ നമ്മൾ നേരെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോളിഡേ ഹോമിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ. അതിൻ്റെ വല്ല മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.